അറിയിച്ചു കൊടുത്തിട്ടില്ല. 5 കാര്യത്തിന്റെ പരിപൂർണമായ ഉത്തരവാദിത്വം അല്ലാഹുവിന് മാത്രമാണ്. ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅ വയുനസ്സിലുൽ ഗൈസ് വയഅലമു മാ ഫിൽ അർഹാം വമാ തദ്രീ നഫ്സും ماذا تكسب غدا وما تدري نفس بأي أرض تموت إن الله عليم خبير إن الله عنده علم الساعة ഈ ലോകത്തിനൊരു അന്ത്യം സംഭവിക്കും. ഈ ആകാശം ചുരുട്ടിയെറിയപ്പെടും. ഈ ഭൂമി വിണ്ടുകീറും. ഈ ഭൂമിക്കുള്ള സകലമായ വസ്തുക്കളും അത് ഗർജിച്ചുകൊണ്ടത് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് അതിന്റെ രഹസ്യം തുറന്നു പറയുമത്രേ. ഈ മനുഷ്യ ജീവികളെ മുഴുവനും ആകെ ഭസ്മമാക്കി ധൂളികളാക്കി മാറ്റപ്പെടും. ഈ ആർത്തിരമ്പി അട്ടഹസിക്കുന്ന ഈ കടൽ നാളെ അല്ലാഹു നാളെ കത്തിക്കുമത്രേ. ഈ കടലുകളെ കത്തിക്കപ്പെടുകയും ഈ ഭൂമിയെ അല്ലാഹു ചുരുട്ടിയെറിയപ്പെടുകയും ചെയ്യും. ഈ സൂര്യൻ അസ്തമിച്ചു പോകും. ഈ നക്ഷത്രങ്ങളെല്ലാം ഉതിർന്നു വീഴും. ഈ സസ്യലതാദികളും വൃക്ഷലതാദികളും എല്ലാം തുരുമ്പുകളായി കരിഞ്ഞു പോകുമത്രേ. ഇതെല്ലാം തകിടം മറിയുന്ന ഒരു ദിവസം സംഭവിക്കുക തന്നെ ചെയ്യും. പക്ഷേ അതെപ്പോഴാണ് അത് അല്ലാഹു മാത്രമേ അറിയൂ. വയുനസ്സിലുൽ ഗൈസ് എപ്പോഴാണ് മഴ പെയ്യുക എന്നത് അല്ലാഹു അല്ലാതെ മറ്റാരും അറിയുകയില്ല. 4 ദിവസത്തെ മതപ്രഭാഷണത്തിൽ നാം ധരിച്ചു ഒരുപക്ഷെ വേനൽ മഴ പെയ്തേക്കാം. അതുകൊണ്ട് ജനങ്ങൾക്കും ശ്രോതാക്കൾക്കും ബുദ്ധിമുട്ടുണ്ടാകാത്ത സമയത്ത് ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിൽ അവർക്ക് വാത് കേൾക്കാൻ ഒരു പന്തല് പണിത് കൊടുക്കാം. അങ്ങനെ പൈസ ചെലവ് ചെയ്ത് പന്തല് പണിതു. 4 ദിവസമായി ഒരു മഴത്തുള്ളി ബർക്കത്തിന് പോലും വീടില്ല. വയുനസ്സിലുൽ ഗൈസ് എപ്പോഴാണ് മഴ പെയ്യുക അത് അല്ലാഹു തീരുമാനിക്കുന്ന സത്യമത്രേ. വയഅലമു മാ ഫിൽ അർഹാം ഒരു ഉമ്മാന്റെ ഉദരത്തിൽ വളർന്നു വരുന്നത് അത് ആണാണോ പെണ്ണാണോ രക്തപിണ്ഡമാണോ ചാപ്പിള്ളയാണോ ആണും പെണ്ണും ഇല്ലാത്തതാണോ ഏത് കോലത്തിലാണെന്നുള്ളത് ഒരു ഉമ്മാന്റെ ഗർഭാശയത്തിൽ വളർന്നു വരുന്നത് അത് ഒരു ഡോക്ടറെ കൊണ്ടും നിർണയിക്കാൻ കഴിയില്ല. എന്നാൽ സ്കാൻ ചെയ്ത് നിർണയിക്കുന്നതോ 1ാമത്തെ മാസത്തിലോ ഒരു ഭർത്താവിന്റെ ഇന്ദ്രിയത്തിന്റെ തുള്ളി പെണ്ണിന്റെ ഗർഭാശയത്തിലേക്ക് പോയി ആദ്യത്തെ മെൻസസ് പീരീഡ് അവൾക്ക് നിന്നുപോയി അവൾ ഗർഭിണിയാണ് എന്ന് ഉറപ്പായാൽ ആ കുട്ടിയെ കുറിച്ച് ആണോ പെണ്ണോ എന്ന് നിർണയിക്കാൻ ലോകത്ത് ഒരു ശക്തിക്കും കഴിയില്ല. ആ കുട്ടി വളരുമോ? ആ കുട്ടിക്ക് കണ്ണുണ്ടാകുമോ? ആ കുട്ടിക്ക് കാതുണ്ടാകുമോ? ആ കുട്ടിക്ക് ഹൃദയവാൽവ് ഓക്കെയാണോ? കൈകാലുകൾക്ക് സ്വാധീനമുണ്ടോ എന്ന് ലോകത്ത് ഒരു ഡോക്ടറെ കൊണ്ടും നിർണയിക്കാൻ കഴിയുകയില്ല. എങ്കിൽ 120 ദിവസം വരെ പടച്ച തമ്പുരാനാണ് അത് നിർണയിക്കുന്നതെങ്കിൽ വയഅലമു മാ ഫിൽ അർഹാം ഉമ്മാന്റെ ഗർഭാശയത്തിലുള്ളത് അറിയുന്നവൻ റബ്ബത്രേ. വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദാ നമ്മുടെ ആഗ്രഹം നാളെ നേരം വെളുക്കുമ്പോ മംഗലാപുരത്ത് പോകണം, നാളെ നേരം വെളുക്കുമ്പോ കോഴിക്കോട്ട് എയർപോർട്ടിൽ പോകണം, നാളെ നേരം വെളുക്കുമ്പോ കാസർഗോഡ് ഒരു ജോലിക്ക് പോകണം, ഒരാളെ തിരക്കി അന്വേഷിച്ചു പോകണം എന്ന് നാം ഓരോരുത്തരും കരുതുന്നുണ്ടാകും. പക്ഷെ അള്ളാഹുവിന്റെ തീരുമാനം നിന്നെ അങ്ങോട്ട് വിടാൻ അള്ളാഹു ആഗ്രഹിക്കുന്നില്ല. നേരം വെളുക്കുമ്പോ ഏതെങ്കിലും ഒരു പ്രശ്നം നിന്റെ മുന്നിൽ ഒഴുക്കിവിടുകയും അതിന്റെ പിറകെ പോവുകയും അതല്ലെങ്കിൽ പാതിരാ സമയത്ത് കിടന്നുറങ്ങുകയും നേരം വെളുക്കുമ്പോ ഭാര്യ നിന്നെ തട്ടി ഉണർത്തുന്നു, മോനെ സഹോദര എഴുന്നേൽക്കണം, ഇച്ഛ എഴുന്നേൽക്കണം. നിങ്ങളെ വിളിച്ചുണർത്തുമ്പോ അനക്കമില്ല, ചേതനയറ്റ ശരീരമാണ്, നിലവിളിക്കുകയാണ്, ഓടിക്കോടുകയാണ്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു, ഡോക്ടർ പരിശോധിക്കുന്നു. കഴിഞ്ഞ രാത്രി 1:42 നിങ്ങളുടെ ഭർത്താവ് ലോകത്തോട് ഇവിടെ പറഞ്ഞു പോയി. അതിന്റെ പേരാണ് സൈലന്റ് അറ്റാക്ക്. അല്ലാഹു നമ്മളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തുമാറാകട്ടെ. അതുകൊണ്ട് റബ്ബ് പറയുകയാണ്, വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദാ നാളെ നിങ്ങൾ ഇന്ന ജോലി ചെയ്യുമെന്ന് നിങ്ങൾ ആർക്കും അറിയില്ല. അതറിയുന്നവൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മാത്രമാണ്. അതുകൊണ്ട് റബ്ബ് നമുക്കൊരു പഴുത് പറയുന്നു, വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫാഇലുൻ ദാലിക ഗദാ ഇല്ലാ
യശാ ഇൻഷാ അല്ലാഹ് നാളെ ഞാൻ അവിടെ എത്താം, ഇൻഷാ അല്ലാഹ് നാളെ ഞാൻ കട തുറക്കും, ഇൻഷാ അല്ലാഹ് നാളെ വെളുപ്പിന് ഫ്ലൈറ്റിന് പോകും എന്ന് ഇൻഷാ അല്ലാഹ് പറയാതെ ഒരു കാര്യവും നിങ്ങൾ പറയരുത് എന്ന് പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് നാലാമത്തെ കാര്യം, നാളെ നിങ്ങൾ ചെയ്യുന്ന കർമ്മം അറിയുന്നത് അല്ലാഹുവാണ്. വമാ തദ്രീ നഫ്സും ബിഅയ്യി അർദിൻ തമൂത്. ഒരാൾ ഏത് മണ്ണിലാണ് മരിക്കുക, എങ്ങനെയാണ് മരിക്കുക, എപ്പോഴാണ് മരിക്കുക, ഏത് കോലത്തിലാണ് മരിക്കുക, ഇത് അറിയുന്നവൻ അല്ലാഹു മാത്രമാണ്. അവനല്ലാതെ അറിയുകയില്ല എന്ന് പരിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുന്നുവെങ്കിൽ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കണമേ. അല്ലദീ ഖലഖൽ മൗത്, മരണത്തെ സൃഷ്ടിച്ചത് അവൻ തന്നെയാണ്. വൽ ഹയാത്ത്, ജീവിതത്തെ സൃഷ്ടിച്ചത് അവൻ തന്നെയാണ്. എന്തിന്? ലിയബ്ലുവക്കും, നിങ്ങളെ പരീക്ഷിക്കുന്നതിന് വേണ്ടി. അയ്യുക്കും, നിങ്ങളിൽ ആരാണ് അഹ്സനു അമലാ, ഈ മരണവും ജീവിതവും കണ്ടുകൊണ്ട് അല്ലാഹുവിനെ നല്ലവണ്ണം ശരിയാവണ്ണം ഭയപ്പെട്ട് ജീവിക്കുന്നവൻ ആരെന്ന് മനസ്സിലാകുന്നതിന് വേണ്ടി മരണവും ജീവിതവും നിങ്ങൾക്ക് ഒരു പാഠമാക്കി തന്നവനത്രേ പരിശുദ്ധ റബ്ബ്. അപ്പൊ കുറഞ്ഞ കാലയളവിലെ ജീവിതം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ഈ നാട്ടിൽ തന്നു. അപ്പൊ എവിടെയാ വീടെന്ന് ചോദിച്ചാൽ പള്ളിക്കാട്, അതാണ് എന്റെ വീട്. പത്തനാപുരം എന്ന് പറയാൻ അവകാശമില്ല, കാസർഗോഡെന്ന് നമ്മൾ പറയുന്നു. പക്ഷേ തെരീ മൻസിൽ ഖബർ ഹേ